Hi friends, Namaste. Hi, now this is our Sri Buddha temple. The Sri Buddha was imported from India. We are very proud of it. And here we are standing, and how much they are carrying for Sri Buddha. That means part of India. So what more we need, isn't it? So much we are accepted over here. Jai Hind. ബുദ്ധ ടെമ്പിളിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ് നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ, നമ്മുടെ പാസഞ്ചേഴ്സ്. ഷാജി അവിടെ അടുത്ത് പോയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, വലുതായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദിസ് ഇസ് ലാഫിംഗ് ബുദ്ധ, എവരിബഡി ലവ് ഇറ്റ്. ഇതൊക്കെ ദ്വാരപാലകന്മാരെന്ന് പറയാം. ഈ ക്ഷേത്രത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഉള്ള ദ്വാരപാലകന്മാർ. ബുദ്ധൻ 12 കൈകളോടെ ഉള്ള ശ്രീബുദ്ധൻ്റെ പ്രതിമയാണ് കാണുന്നത്. താമരയിൽ നിൽക്കുന്ന ശ്രീബുദ്ധനാണ് കാണുന്നത്. ഇത്രയ്ക്ക് മഹാനായിട്ട് അദ്ദേഹത്തിന് വാഴ്ത്തപ്പെടുന്നു. ഇവിടെ നമ്മൾക്ക് സംസാരിക്കുമ്പോൾ ഗദ്ഗതം നിറയുകയാണ്. കാരണം അത്രയും വലിയ വലിയ പ്രവൃത്തികളാണ് അദ്ദേഹം ലോകത്തിന് വേണ്ടി ചെയ്തത്. ക്ലാനിങ് Sri Buddha. This is also donated by China and Sri Lanka. ഇത് ബോധിസത്വ ബുദ്ധ. നമ്മുടെ ശിവനെ പോലെ തൃക്കണ്ണ് തുറക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. രണ്ടിൻ്റെ മേലെ നിൽക്കുന്ന പോലെയാണ് കാണിക്കുന്നത് അല്ലേ. ഇത് ഒരു ഗേൾ, ദാറ്റ്സ് എ ബോയ്. ഡിസിപ്ലിൻസ് ആദ്യത്തെ. ബുദ്ധദേവൻ്റെ ഡിസിപ്ലിൻസാണ് ഇതൊക്കെ. വീണ്ടും ഓരോ തരത്തിൽ ബുദ്ധിസം ചൈനയിലും മേബി അത് കഴിഞ്ഞ് ജപ്പാനിലും പ്രചരിപ്പിച്ച മഹത് വ്യക്തികളാണ് ഇതൊക്കെ. അതുപോലെ ഇന്നും ബുദ്ധാശ്രമത്തെ, ബുദ്ധതത്വങ്ങളെ നന്നായി പരിശീലിപ്പിക്കുകയും അതുപോലെ അത് കൊണ്ടാടുകയും ചെയ്യുന്ന മഹത് വ്യക്തികളുടെ ആത്മാക്കൾ ഇന്നും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ എത്തപ്പെടുന്നത്. ഇല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഇത്രയും വലിയ പ്രസക്തി കിട്ടില്ല. പ്രൊസഷനാണ് കാണുന്നത് ബുദ്ധ സന്യാസിമാരുടെ. ഇതാണ് 4 ചുറ്റളങ്ങളുള്ള ബുദ്ധനെ ബഹുമാനപ്പെട്ട വളരെ താത്വികമായ ഈ അമ്പലം വളരെ നന്നായിട്ട് അവർ അലങ്കരിച്ചിരിക്കുന്നു. ചൈനീസിൻ്റെ അവരുടെ നാച്ചുറൽ, സാംസ്കാരികം എല്ലാം ഒത്തുചേർന്ന, കൾച്ചർ എല്ലാം ഒത്തുചേർന്ന ഒരു പ്രതിഭയാണ് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും വളരെ മൈന്യൂട്ടായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഒന്നിനും ഒരു കുറവും പറ്റാത്ത വിധം. 3 ഇൻസെൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ 3 ഇൻസെൻസ് ഫ്രീ ആയിട്ട് കൊടുക്കണമെങ്കിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ സൗഖ്യം വരട്ടെ എന്നാണ് പറയുന്നത്. അതിന് വലിയ കാര്യമല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ഫ്രീ ഒക്കെ കൊടുക്കില്ല സാധാരണ. ബുദ്ധതത്വം നാനാ ഭാഗങ്ങളിലും അറിയപ്പെടണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുക മാത്രമല്ല, ആരാധിക്കുക മാത്രമല്ല, അവരെ പ്രശസ്തിയിലേക്ക് കൊണ്ടുപോവുകയും കൂടി നമ്മുടെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ രാജ്യം നന്നാവുള്ളൂ. രാജ്യം നന്നാവണം, പ്രജകൾ നന്നാവണം, നമ്മുടെ കൊച്ചുകുട്ടികൾ നന്നാവണം. അതിനൊക്കെ ആണ് ചെയ്യുന്നത്.